28 January shift 1 question number 2. ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ജിഒസിയിൽ നിന്നാണ്, സ്റ്റെബിലിറ്റി ഓഫ് കാബ് ആനയോൺ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് തന്നിരിക്കുന്നത് 3 കാബ് ആനയോൺസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം CH2 CH മൈനസ്, CH3 CH2 മൈനസ്, CH ട്രിപ്പിൾ ബോണ്ട് C മൈനസ്. ഇതാണ് 3 ആനയോൺസ്. നമുക്കറിയാം ആനയോണുകളുടെ സ്റ്റെബിലിറ്റി നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ശരിയല്ലേ? നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനിയോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ദി ആറ്റം എന്ന് പറയുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ദ കാർബൺ ആറ്റം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എസ് ക്യാരക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മൾ ഈ 3 കാർബണുകളുടെയും ഹൈബ്രിഡൈസേഷൻ നോക്കിയാൽ നമുക്ക് അവരുടെ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കിട്ടും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കിട്ടും, അതുവഴി സ്റ്റെബിലിറ്റി ഓർഡർ കിട്ടും. CH3 CH മൈനസിലെ കാർബൺ, this is sp2 hybridized. CH3 CH2 മൈനസിലെ കാർബൺ, this is sp3 hybridized and this is sp hybridized. അപ്പോൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഉള്ളത് sp-ക്കാണ്. ശരിയല്ലേ? പെർസെൻറ്റേജ് എസ് ക്യാരക്ടറിന്റെ ഓർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ sp ഗ്രേറ്റർ ദാൻ, sp2 ഗ്രേറ്റർ ദാൻ, sp3 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അതേ ഓർഡർ തന്നെയാണ് ഫോളോ ചെയ്യുക. ഇതേ ഓർഡർ തന്നെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഫോളോ ചെയ്യുക. അപ്പോൾ സ്റ്റെബിലിറ്റി ഫോളോ ചെയ്യുന്നതും ഇതേ ഓർഡർ തന്നെ ആയിരിക്കണം അല്ലേ? യെസ്. സോ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക CH ട്രിപ്പിൾ ബോണ്ട് C മൈനസിനാണ്, പിന്നെ CH2 ഡബിൾ ബോണ്ട് CH മൈനസിനാണ്. ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് CH3 CH2 മൈനസിനാണ്. ആൻഡ് ഫോർ ദ റൈറ്റ് ആൻസർ എസ്. നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട് C മൈനസ് greater than CH2 double bond CH minus greater than CH3 single bond CH2 minus. Therefore, the right answer is option 3.